കുഞ്ഞുങ്ങളും അവളും മരുന്നെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ എപ്പോഴേ നോക്കിയിരിക്കുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണ്ടേ, എൻ്റെ മക്കളെ കാണാൻ ഞാൻ കുലിച്ചിരിക്കുന്നു. ഭഗവാനെ, ഇതുവരെ കണ്ടില്ലല്ലോ ദൈവമേ. ഞാനിങ്ങനെ നോക്കിയിരിക്കുവാന്നല്ലോ. ഞാൻ വന്നപ്പോഴത്തോട്ടേ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുവാ. ഇപ്പം വരുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടില്ലല്ലോ ദൈവമേ. ഇപ്പം എപ്പോഴും വരുമോ? അമ്മേ, ആ വന്ന് കണ്ടിട്ട് എന്റെ കുഞ്ഞുങ്ങളൊന്നും വന്നില്ല. പറ്റത്തില്ല. എന്റെ കൊച്ചുങ്ങളെ കൊണ്ടുവരണം. അത് പറ്റത്തില്ല, അവർക്ക് പഠിക്കാനുണ്ട്, പല കാര്യങ്ങളുണ്ട്. അങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അമ്മേ. അയ്യോ, അതാ പിന്നെ നീ എന്തിനു വന്നു എന്റെ കൊച്ചുങ്ങളെ കൊണ്ടുവരാൻ? കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റത്തില്ല, അവർക്ക് വലിയ ക്ലാസ്സിലൊക്കെയാണ്. അവരത്തില്ല. എനിക്ക് എന്റെ കൊച്ചുങ്ങളെ കാണണം. ഞാൻ എന്ത് പാടുപെട്ട പ്ലെയിനിൽ വന്നെന്നറിയാമോ? വെളുപ്പിന് പ്ലെയിനിൽ കയറിയതാ. അവിടെ വഴിയിലായിരുന്നു. പൊന്നു മക്കളെ ഒന്നും കൊണ്ട് കാണില്ലേ? അത് പറ്റില്ല പോകുമ്പോഴാണോ കൊണ്ട് കാണിക്കുന്നത്? അമ്മേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കമ്മേ. കുട്ടികള് നല്ല പഠിത്തത്തിലാണ്, കുട്ടികളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ പറയില്ല. എനിക്ക് നാളെ തന്നെ പോണം. പറ്റത്തില്ല മക്കളെ, നിൽക്കാൻ പറ്റത്തില്ല. അയ്യോ മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ പോയി ഒന്ന് കൊണ്ടുപോവാ. ഇനി പറ്റത്തില്ല അമ്മേ. ഞാൻ വന്ന വലിയൊരു കാര്യം, നമുക്ക് അവിടെ ബിസിനസ് ഒരു കട ഇടുന്നത്. അപ്പൊ ആ കടയ്ക്ക് വേണ്ടി നമുക്ക് സാമ്പത്തിക കുറവാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ. അത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ അമ്മേ? അമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് രണ്ടുപേരുണ്ടായിരുന്നെങ്കിൽ ശരി, ഒരാളിന്റെ കൂടെ അങ്ങ് വിടാം. ഞാൻ ഒരാളെ മാത്രമല്ലേ ഉള്ളു. എനിക്ക് പല കാര്യങ്ങളും ഇല്ലേ. എന്റെ ഭർത്താവ് പോലും പല രീതിയിലും നടക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊണ്ട് കാണിക്കണം. ഞാൻ പിന്നെ മരിക്കുമ്പോ തെക്കോട്ട് എടുക്കുമ്പോഴാണ് കൊണ്ടുവരുന്നത്. അതിനി പറയാൻ പറ്റൂല. അതൊന്നും വരാൻ പറ്റുമെന്ന് പാടാണ്. അയ്യോ, അത് പറ്റത്തില്ല. എന്നാ മകൻ തരത്തില്ല. അമ്മ വാ, അമ്മക്ക് പോയി എഴുതണം. പറ്റത്തില്ല അമ്മേ, ഞാൻ വരത്തില്ല. പറയുന്ന കേക്കമ്മേ. പിന്നെ ഇത് എന്തിനാ കെട്ടിപ്പിടിച്ചു വെച്ചേക്കുന്ന? ആർക്ക് വേണ്ടിയാ? ഞാൻ ഈ അയൽവാസികൾ കൊടുത്താലും നിങ്ങൾക്ക് എടുത്തില്ല. പോ. അതെന്തുവാ? പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ. പറ്റത്തില്ല. അമ്മയ്ക്ക് എന്താ? കുഞ്ഞുങ്ങളെ കാണും. ഇല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എനിക്ക്. അതാ കൊന്നു കാണാം. ഞാൻ ആരെങ്കിലും കൊണ്ടുവന്നിരിക്കും. കാരണം എനിക്ക് സാമ്പത്തികത ഇല്ലാത്തോണ്ടാണ് എന്റെ ഭർത്താവ് എന്നെ പറഞ്ഞു വിട്ടേക്കുന്നത്. അയ്യോ, അത് വല്ലാത്ത വസ്തു. അതങ്ങനെയാണ്. അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തുക്കളാണല്ലോ. ഞാൻ തന്ത പോലും ഇല്ലാതെ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തതാ. അത് ശരിയാ, ആയിരിക്കാം. പക്ഷെ കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം വന്നപ്പോ കണ്ടായിരുന്നല്ലോ. ഇനി പറ്റത്തില്ല. അത് അങ്ങനെ പറ്റുള്ളൂ. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അങ്ങനെ പറഞ്ഞാലും ഒക്കത്തില്ല മോളെ, ഒക്കത്തില്ല. എപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളോട് ഇപ്പൊ എനിക്ക് തന്നല്ലോ ഇതെല്ലാം. പിന്നെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ അയൽവക്കക്കാർക്ക് കൊടുക്കുമെന്ന് പറയുന്നതിന്റെ കുഞ്ഞുങ്ങൾ വരട്ടെ. കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്നു, പല നാട്ടിലാണ്. അപ്പൊ എന്നെ വേണ്ട, കൊച്ചുങ്ങളെ സ്വത്ത് മതി എനിക്ക്. അതെ, ബിസിനസ് അങ്ങനെയാണല്ലോ. എനിക്ക് അവര് ബിസിനസ് ഇടാൻ വേണ്ടി എന്റെ ഭർത്താവ് പറഞ്ഞു വിട്ടേക്കാണ്. അവരുടെ സ്വത്തുക്കളെല്ലാം അവർക്ക് കിട്ടി. അപ്പൊ എനിക്ക് എന്റെ സ്വത്തുക്കൾ എനിക്ക് മേടിക്കണ്ടേ? ഇതാണല്ലോ ഇപ്പൊ നാട്ടിൽ അത് തന്നെ. മക്കൾക്ക് അത് തന്നെയാണ്. അമ്പലങ്ങളിൽ കൊണ്ട് കളാം. അങ്ങനെയൊന്നും പറ്റത്തില്ല. അമ്പലങ്ങളിൽ കൊണ്ട് കളയാനോ, പള്ളിയിൽ കൊണ്ട് കളയാനോ, ക്രിസ്ത്യൻ പള്ളിയിൽ കൊണ്ട് കളയാനോ അതൊന്നും നടക്കുന്നില്ല. അമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അമ്മയെ കുഞ്ഞുങ്ങളെ തിരക്കി ഇരിക്കുന്ന ആ കുഞ്ഞുങ്ങളെ വലുതാപ്പ ഇങ്ങ് വന്നോളൂ. അമ്മ അത് വിഷമിക്കണ്ട. ഇതിലൊന്നും ഒരു കാര്യമില്ല അമ്മേ. ഇതുപോലെ ആയിരിക്കും നാളെ. അമ്മേ, ഇതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. പണത്തിന്റെ മാത്രം. അതെ, പണമാണ്. പണം ഇല്ലാതെ ഒന്നും നടക്കൂല. ഇപ്പം പണമാണ്. പണം മതി. അമ്മ കരഞ്ഞു കാണിച്ചെന്നും പറഞ്ഞ് എനിക്കൊരു സങ്കടവും വരില്ല. കാരണം എനിക്ക് എങ്ങനെയൊന്നും ഇല്ല. ആ പണ്ടായിരുന്നു ഇതൊക്കെ. ഇപ്പൊ പറ്റത്തില്ല. ഇപ്പൊ ബിസിനസ് അതാണ് വലുത്. തള്ളമാരെ വേണ്ട. വേണ്ടാത്തോണ്ടാണോ വന്നത്? സ്വത്ത് കൊണ്ടുപോകുമ്പോ ഞാൻ അവിടെ സ്വത്ത് ഈ വീട് ഇവിടെ തന്നെ കിടക്കും. മറ്റതെല്ലാം കൊടുക്കുമെന്നല്ലേ ഉള്ളു. വീട് ഇവിടെ കിടന്നോട്ടെ. നിങ്ങൾ ബിസിനസ് നടത്തും. ശരി, അപ്പം 3-4 ദിവസം നിക്കേണ്ടി വരും. ഒരാഴ്ചയെങ്കിലും താമസിക്കണം. താമസിക്കണം. അത് മക്കളെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. അവർക്ക് ഞാൻ പോവണ്ടേ? അച്ഛൻ പല നാട്ടിലാണ് ബിസിനസിന്റെ കാര്യത്തിൽ നടക്കുന്നത്. അമ്മയെ ഞാൻ കൊണ്ടുപോവാം. ഇപ്പഴല്ല, ഞാൻ ഒരു ബിസിനസ് കൂടെ നടത്തട്ടെ. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ എല്ലാ വീട്ടിലും 2-3 മക്കളുണ്ട്. അതിലാണ് ഓരോരുത്തരെ കൊണ്ടുപോകും. ചിലപ്പോ കൊണ്ടുപോകാതെ, ചിലപ്പോ പല സ്ഥലത്തും കൊണ്ടാക്കുന്നുണ്ട്, പലയിടത്തും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അത്രയും ഇത് തരുന്നുണ്ടല്ലോ അമ്മയ്ക്ക് മാന്യത.
വേറെ ഏതെങ്കിലും മക്കള് തരുന്നുണ്ടോ? വേറെ പണം തരുന്നോ? ഇല്ലല്ലോ. പൈസ അയക്കാൻ അമ്മയ്ക്ക് ഇവിടെ ഇല്ലേ? റബ്ബർ വെട്ടുന്നുണ്ട്, വാഴ വെട്ടുന്നുണ്ട്, ഇവിടെ ജോലിക്കാറുണ്ട്. അമ്മയ്ക്ക് എന്താ കുറവ്? അവർക്കൊക്കെ ശമ്പളം ഞാൻ കൊടുക്കണ്ടേ? അമ്മയ്ക്കും ഇല്ലേ? അമ്മേനെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസകൾ എന്തോ എടുത്തു കൊടുക്കുന്നത്. അത് മതി. ഞാൻ അയക്കാം. എനിക്ക് എവിടെന്നാ ബിസിനസ് ഇങ്ങനെ നടത്തി കൊച്ചുങ്ങളെ പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കേറിക്കൊണ്ട് പോയാലും ഇങ്ങനെ ബിസിനസ് വെക്കുന്ന. അതെ അതെ. അമ്മയ്ക്ക് അക്കൗണ്ടില് നല്ല തുക ഈ കിടപ്പുണ്ട്. പിന്നെ അതിൽ ജീവിച്ചാ പോലെ എന്റെ പൈസ തന്നെ വേണമെന്ന് ഇത്ര കുഞ്ഞുങ്ങള് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കും. അതായിരിക്കാം, അതായിരിക്കാം. പക്ഷെ അത് നടക്കുന്നില്ല കാര്യമില്ല. കുട്ടികളെ കൊണ്ടുവന്നാ പിന്നെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകാൻ തോന്നൂല. പിന്നെ മുത്തശ്ശിയെന്ന് പറഞ്ഞ് അങ്ങ് കൂടെ അടക്കും. പിന്നെ മുത്തശ്ശിയുടെ അടുത്തൊന്നും മാറൂല. എനിക്ക് ഇനി അത് അങ്ങനെ പറ്റൂല. നിനക്ക് ഞാൻ ഇപ്പൊ എഴുതി തരാം. അതമ്മേ, ഞാൻ പ്രമാണം എടുത്താൽ വരട്ടെ. പോയിട്ട് വരാം. വന്നോ? എന്റെ സ്വത്തുക്കളെ വേണം. എന്നെ വേണ്ടല്ലോ. എന്നെ അയൽവാസികളാണ് നോക്കുന്നത്. നീ ഇപ്പൊ സ്വത്തെഴുതാൻ വന്നോ? അമ്മയ്ക്ക് എന്താ പറ്റത്തില്ല. എല്ലാ തള്ളമാരും വേണ്ടി ചെയ്യുവാണ് ഞാനിത്. കാരണം ഇതുപോലുള്ള തോലാസങ്ങളാണ് 1, 2, 4 മക്കളുള്ളവർ ചെയ്യുന്നത്. തള്ളമാരെ വേണ്ട, തള്ളമാരെ അടിച്ചങ്ങ് പുറത്ത് കളയുക. അവർക്ക് സ്വത്ത് മാത്രം മതി. അത് സ്വത്താണ്. അതുകൊണ്ട് ഇതെല്ലാവരും തള്ളമാരും കണ്ടോണം. മനുഷ്യരും ഒരു മനുഷ്യരും ഒരു മക്കൾക്കും എഴുതി കൊടുക്കരുത്. അത്രയ്ക്ക് ഈ തള്ളമാരെ നോക്കാത്തൊരു കാലമാണ്. ആമക്കളായാലും പെൺമക്കളായാലും ആരായാലും മരുമക്കളായാലും. അതുകൊണ്ട് ഒരു മനുഷ്യരും എഴുതി കൊടുക്കരുത്. എല്ലാ ആൾക്കാരും ഇത് കണ്ടു പഠിച്ചോണം. വിഷം കൊടുക്കാൻ വന്നാൽ തിരിച്ചു കൊടുക്കണം. അയ്യോ, ഇതെന്തൊരു കഷ്ടം.